പെൻഷൻ പ്രായം കൂട്ടിയാല് ആ ഒരു വർഷത്തേന് പിന്നെ അപ്പോയിന്റ്മെന്റ് നടക്കുകയല്ലോ. അപ്പൊ അത്രയും പേർക്ക് പിന്നെ ഒരു വർഷം കൂടെ കാത്തിരിക്കാനല്ലേ പറയുന്നത്. അതെ അതെ, ഇവർക്ക് നോക്കണ്ടല്ലോ. അതാണ് ഞാൻ സാംസ്കാരിക പരാജയം എന്ന് പറഞ്ഞത്. ഗവൺമെന്റ് ജോലി അല്ല, സർക്കാർ ജോലി മാത്രമാണ് ജീവിത ലക്ഷ്യം. എന്റെ ഒരു സംശയം, സർക്കാർ ജോലി ഇത്രയും അട്രാക്ഷൻ ആണോ ഇപ്പം? അല്ല, അട്രാക്ഷൻ അല്ല. പക്ഷേ അവിടെ പറഞ്ഞു പെൻഷൻ കിട്ടുന്നോണ്ടാന്നല്ല, മറ്റു പല ബെനിഫിറ്റുകളും ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ വേണ്ടിയാണ് പലരും. സഹോദരിമാർ കൊടുത്തു. സർക്കാർ ജോലി കൊണ്ട് ഈ പറയുന്നത് പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും അഡ്രസ് ചെയ്യാൻ കഴിയില്ല. ഒരു ചെറിയ ജീവിതം കെട്ടിപ്പടുക്കാൻ മാത്രമേ അതുകൊണ്ട് കഴിയൂ. അല്ലാതെ പുറത്തു നിന്ന് ആളുകൾ നോക്കുന്നത് പോലെ നിങ്ങൾ വലിയ സമ്പന്നരെന്ന് ആരും തങ്ങളുടെ ജോലി അപഹരിച്ചിട്ടല്ല അതിന് സംവിധാനം ഉണ്ടാക്കാണ്. അത് സർക്കാർ അവരെ അപ്ലിഫ്റ്റ് ചെയ്യണം. ഒരു സഹോദരി, പെൻഷൻ പ്രായം ഒരു കാരണവശാലും കൂട്ടരുത്. കാരണം വന്ന യുവജനങ്ങൾക്ക് അടുത്ത ജോലി കിട്ടണം. അപ്പൊ അത് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവസരം നഷ്ടപ്പെടുവല്ലേ. അങ്ങനെ കൂട്ടരുതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് നമ്മുടെ വീട്ടിൽ ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനും ഒരാള് അഭ്യസ്ത വിദ്യരുമായി വരുമ്പോൾ ഒരു മാതാവിനുണ്ടാകുന്ന വികാരം എങ്ങനെയാണ്? ആ വീട്ടിൽ അങ്ങനെ ഇല്ല, ഉണ്ടോ? ഭർത്താവിന്റെ ഭർത്താവിന് പെൻഷൻപ്രായം നീട്ടിക്കൊടുക്കുകയും ജോലി കിട്ടുകയും വേണം എന്ന രീതി. സഹോദരിമാരെന്ന് പറയും, അമ്മമാരെന്ന് പറയും. അമ്മമാരൊക്കെ പറയേണ്ടത് തൊഴിൽ രഹിതരായ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്കണ്ഠ നമുക്ക് മനസ്സിലാവും. ഭർത്താവ് സർക്കാർ ജോലിക്കാരനാണെന്ന് കരുതിയാൻ വേണം. സർക്കാർ ജോലിക്കാരനാണ്, റിട്ടയർഡായി. ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു, റിട്ടയർഡായി. പെൻഷൻ പ്രായം 60 വയസ്സ് വരെ ആക്കണം എല്ലാ മേഖലയിലും. ആക്കണം. സർക്കാർ ജീവനക്കാരുടെ. അപ്പൊ നമ്മുടെ വേറെ ആ വീട്ടമ്മ എന്ന് പറഞ്ഞേ, പെൻഷൻ പ്രായം ഒരു കാരണവശാലും കൂട്ടരുതെന്നാണ് എന്റെ കാരണം. അഭ്യസ്ത വിദ്യരായ ആളുകള് ഒത്തിരി പിള്ളേര് ഫീസിലെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടും സമയപരിധിക്ക് ഉള്ളിൽ അവർക്ക് ജോലി കിട്ടാതെ അവർ നിരാശരായിരിക്കുന്ന ഈ സമയത്ത് ഇനിയും പെൻഷൻ പ്രായം വർദ്ധിക്കണം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. സുരേഷ് കുമാർ എന്താ പറയാൻ വന്നല്ലേ? എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു അഭിപ്രായം പറയൂ. എന്റെ അഭിപ്രായത്തില് സ്കില്ലുള്ള ആർക്കും ജോലി കിട്ടും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, സാറിന്റെ സ്ഥാപനത്തില് ഒരു സ്കില്ലുള്ള ഒരു പ്രസന്റർ ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ അവർക്ക് ജോലി കിട്ടിരിക്കും. ഇപ്പൊ നമുക്കറിയാം, നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, നല്ല പ്രസന്റേഷൻ സ്കില്ലുള്ള ആള് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് ദൃശ്യ മാധ്യമ മേഖലകളിലേക്ക് ജോലി കിട്ടും. അഥവാ ഇവിടെ കിട്ടിയില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതെ, ഏത് മേഖലയിലും പെൻഷൻ പ്രായം ഉയർത്തി 60 വയസ്സെങ്കിലും ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടാതെ വളരെ പരിചയസമ്പന്നരായ അധ്യാപകരെയും ഡോക്ടർമാരെയൊക്കെ നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് കിട്ടും. ഇനി പുതുതായിട്ട് സർവീസ് PSC വഴി എടുത്ത് പരിശീലനം കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇവര് നല്ല പരിചയസമ്പന്നരായ ആൾക്കാരാണ്, അവരുടെ സേവനം നമുക്ക് നാടിന് കിട്ടും. അതുകൊണ്ട് പെൻഷൻ പ്രായം തീർച്ചയായിട്ടും 60 വയസ്സാക്കണം. ഒരു കാരണവശാലും പെൻഷൻ പ്രായം കൂട്ടാൻ പാടില്ല. കാരണം ആയിരക്കണക്കിന് ആൾക്കാരാണ് PSC ടെസ്റ്റ് എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അത് വർഷങ്ങളോളം ലിസ്റ്റ് വന്നിട്ട് അവസാനം ലിസ്റ്റിലെ ടൈം കഴിഞ്ഞു, എല്ലാവരും പുറത്തേക്ക് പോകുന്നു. സാറേ, എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് റിട്ടയർഡ് പേഴ്സൺ ആണ്. 60 വയസ്സ് വരെ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പെൻഷൻ പ്രായം 60 വയസ്സ് വരെ ആക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സംസ്ഥാനത്തെയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.